നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു കാര്യം പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണെന്ന് തോന്നുന്നു ലോക ദാരിദ്ര്യ ദിനം. ഇപ്പോൾ മനുഷ്യന് എത്രത്തോളം കിട്ടിയാലും മതിയാകില്ല. എത്രത്തോളം കിട്ടിയാലും അവൻ സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു കൂടിയാലും അവനെ കെട്ടി ഉറക്കാനുള്ള, അതായത് അവനെ പുതച്ചു മൂടാനുള്ള സമ്പത്തുണ്ടായാൽ പോലും ഒരു മനുഷ്യനും ഒരു രൂപയ്ക്ക് വേണ്ടി ആർത്തി പിടിക്കുന്നവനാണ്. വീണ്ടും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവരാണ് മനുഷ്യർ. അത്രയധികം ഈ പിശുക്കും ഭയങ്കരമായ അത്യാഗ്രഹവും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അവസാന കാലത്ത് നമ്മൾ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മുടെ വസ്ത്രം പോലും നമ്മൾ കൊണ്ടുപോകില്ല. പിന്നെ ഈ ഏക്കർ കണക്കിന് സമ്പാദിച്ചു വെച്ച ഭൂമിയും വലിയ വലിയ മണിമേടകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല. വില കൂടിയ കാറും ഒന്നും നമ്മൾ കൊണ്ടുപോയാൽ BMW ഒക്കെ ഇവിടെ തന്നെ കിടക്കും. പിന്നെ മക്കൾക്ക് അവർക്ക് യോഗമുണ്ടെങ്കിൽ മാത്രം അനുഭവിക്കും, അല്ലെങ്കിൽ അവർക്കും ഇല്ല. ഈ ചതിച്ച് കിട്ടുന്നതൊന്നും മനുഷ്യന് കൈക്കൊണ്ടാൻ പറ്റില്ല. അത് അവൻ്റെ 3 തലമുറകളെ ബാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും സൽപ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരെ കൂടി സഹായിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ എന്താണ്, അതങ്ങനെ മോർട്ടൽസ് ആണല്ലേ. ഏത് നിമിഷവും നമ്മുടെ ജീവൻ, ഒരു ശ്വാസം അതില്ലാതായാൽ മനുഷ്യനില്ലാതായി. ആ ഒരു ചിന്ത ഇവർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ പട്ടിണി പാവങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ, ഇല്ലെങ്കിൽ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുവന്ന് സ്വർണ്ണക്കുരിശും സ്വർണ്ണ വിളക്കും സ്വർണ്ണ വിഗ്രഹങ്ങളും മറ്റും കൊടുക്കുന്നതിന് പകരമായിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിനോ, അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നതിനോ ഒന്നും ഇവർക്ക് ശ്രദ്ധിക്കില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എത്ര ഉണ്ടാക്കിയാലും ഇവർക്ക് മതിയാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു ജനം. അതല്ലേ നമ്മുടെ പൂന്താനം പാടിയത്, 10 കിട്ടുകിൽ 100 മതിയെന്നും 100 ആകിൽ 1000 ഒക്കെ. എത്ര കിട്ടിയാലും മനുഷ്യന് മനസ്സിലാകാത്ത ഒരു വർഗമാണല്ലോ മനുഷ്യൻ. നമ്മൾ ഭൂമിയെപ്പോലും കൊള്ളയടിക്കുന്നു, ഖനനം ചെയ്ത് കൊള്ളയടിക്കുന്നു. ഭൂമിയുടെ നമ്മൾ ക്വാറികളുണ്ടാക്കി ഭൂമിയുടെ ആ ഒരു സമ്മർദ്ദ നില അത് വ്യത്യാസപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഭൂചലനങ്ങളും മറ്റും നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇപ്പം നോക്കൂ, മുല്ലപ്പെരിയാർ 2 കിടത്തും കള്ളമുണ്ട്. 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കള്ളക്കളി മാത്രമാണ്. ആ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളം ഉണ്ടാകുമോ? ഇല്ല. അവിടെയും അത്യാഗ്രഹത്തിൻ്റെയാണ്. കയ്യിൽ കിട്ടുന്ന എത്ര കോടി എന്നുള്ളതനുസരിച്ചാണ് ഇരിക്കുന്നത്. പുതിയ ഗവൺമെൻറ്റെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ കടലാസ് രേഖകളിലാകരുത്. ചുവന്ന നാടകയ്ക്കുള്ളിൽ എല്ലാം ഒതുങ്ങിപ്പോകരുത്. അത് ജനങ്ങൾക്ക് അനുഭവയോഗ്യമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അവരും മനുഷ്യരല്ലേ. മന്ത്രിമാരായിരിക്കുന്നവരും MLA-മാരും MP-മാരും ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഇവിടുത്തെ സർക്കാർ തന്നാൽ കഴിയുന്നത് ചെയ്യുവാനും ഒക്കെ ഇവിടെ നല്ലതാകട്ടെ, നടക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആരുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ശ്വാസം മാത്രമാണ് മനുഷ്യൻ. ആ ശ്വാസത്തിലുള്ള മനുഷ്യന് ആരോഗ്യപരമായിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സത്പ്രവൃത്തികൾ, നമ്മുടെ കർമ്മഫലം അങ്ങനെ ആയിരിക്കണം. ഇല്ലാതെ തോന്നുന്ന കർമ്മം ചെയ്തുകൊണ്ട് അധർമ്മിയായിട്ട് ജീവിച്ചുകൊണ്ട് ഒരു മനുഷ്യനും ഈ ലോകം വിട്ടു പോകാൻ പറ്റില്ല. നമ്മുടെ കർമ്മഫലം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരവും അല്ലെങ്കിൽ റീബർത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ പ്രകാരവും ഈവൻ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ 3-4 തലമുറ വരെ എൻ്റെ കർമ്മം ബാധിക്കുമെന്ന്. അപ്പോൾ ആ കുട്ടികളെ എന്തിനു നമ്മൾ കഷ്ടപ്പെടുത്തുന്നു? അവരെ ഓർത്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക. ഒന്നുമില്ലെങ്കിലും അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരരുത്. അതെങ്കിലും നിങ്ങൾ ചെയ്യൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും സന്മനസ് വരട്ടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നല്ലതാകും, നിങ്ങളുടെ ജീവിതവും നല്ലതാകും. ഒന്നുമില്ലെങ്കിലും ICUയിൽ ട്യൂബുമൊട്ട് കിടക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല.